ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം. മത്തായി 6:33. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. എത്രമാത്രം കരുതലോടെ തൻ്റെ സൃഷ്ടികളെ ദൈവം പരിപാലിക്കുന്നു എന്ന് പല കാര്യങ്ങളെയും ചൂണ്ടിക്കാണിച്ച് വിചാരപ്പെടുന്നതിൽ അർത്ഥമില്ല എന്ന് കർത്താവ് പഠിപ്പിച്ചതിന് ശേഷം അതിനെ തുടർന്ന് പറയുന്നു, മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം, അതോടുകൂടെ ഇതൊക്കെയും ലഭിക്കും എന്നാണ്. സകലതും ലഭിക്കുമെന്നല്ല കർത്താവ് പറഞ്ഞത്. ചില ആളുകൾ പ്രസംഗിക്കുമ്പോഴും അല്ലാതെ പറയുമ്പോഴുമൊക്കെ സകലതും ലഭിക്കുമെന്ന് അറിയാതെ പറഞ്ഞു പോകാറുണ്ട്. അങ്ങനെയല്ല. അതിന് മുൻപ് ഒരു ലിസ്റ്റുണ്ട്. നമ്മുടെ ഭക്ഷണവും വസ്ത്രവും മറ്റ് അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന കാര്യം കർത്താവ് പറയുകയാണ്. ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ നീതിയും നമ്മുടെ ലക്ഷ്യം അതാണ്. അതുകൊണ്ട് വിശുദ്ധമായ പാത ദൈവരാജ്യ അന്വേഷണത്തിന് അനിവാര്യമാണ്. ഒരാൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? പല ഇടങ്ങളിൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായി 18-ാം അധ്യായത്തിൽ അവൻ മാനസാന്തരപ്പെട്ട് ശിശുവിനെ പോലെയാകണം, അല്ലെങ്കിൽ തിരിഞ്ഞ് ശിശുവിനെ പോലെയാകണമെന്ന് ഒരിടത്ത് പറഞ്ഞു. അവൻ അവൻ്റെ മാർഗം വിട്ട് ഉയരത്തിൽ നിന്നും ജനിക്കണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിൽ നിന്നും ജനിച്ചവരാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലും അതുപോലെ തന്നെ മർക്കോസ് 15-ാം അധ്യായത്തിലുമൊക്കെ യേശു എന്നതിന് രക്ഷിതാവ് എന്നർത്ഥം വരുന്ന, അല്ലെങ്കിൽ ക്രിസ്തു നിത്യദൈവമാണ് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത് കണ്ടെത്താൻ, ആ മാർഗം ആരായാൻ നമുക്കൊരു പുതുജനനം കൂടെ അനിവാര്യമാണ്. വീണ്ടും ജനിക്കുന്നത് എപ്രകാരമെന്ന് വിശദീകരിക്കുമ്പോൾ കർത്താവ് പറയുന്നത് ഒരുവൻ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്നാണ്. ഒരു പുനർജനനം, ആത്മാവിനാലുള്ള ജനനത്തെക്കുറിച്ച് നിക്കോദിമോസിനോട് കർത്താവ് പറയുന്നു. മറ്റ് വിധത്തിൽ പറഞ്ഞാൽ ദൈവവചനമാകുന്ന കെടാത്ത ബീജത്താൽ ഒരു വീണ്ടും ജനനം അനിവാര്യമാണ്. ദൈവരാജ്യത്തിൻ്റെ അന്വേഷണം, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ വസിക്കുക എന്ന് പറയുമ്പോൾ ഒരു മടങ്ങി വരവ് മനസ്സുകൊണ്ടെങ്കിലും അനിവാര്യമാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊരനുഭവമാണ്. ജീവിതത്തിൻ്റെ ചില ക്രമവും ക്രമീകരണവുമാണ്. ദൈവം ഇച്ഛിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ അത് ദൈവരാജ്യ അനുഭവമാണ്. ബാഹ്യമായ വ്യതിയാനം ഒരു പക്ഷെങ്കിൽ മനം തിരിയുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കും. ആത്മാവിനാലും വചനത്താലും വീണ്ടും ജനിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വിവിധ ഭാഗങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. അതുകൊണ്ട് നിക്കോദിമോസിനോട് കർത്താവ് സംസാരിക്കുമ്പോൾ നിക്കോദിമോസ് നൽകുന്ന മറുപടി കർത്താവിനെ കൂടുതൽ അതിശയിപ്പിക്കുന്നു. കാരണം ഉരുണ്ട് കളിക്കാൻ ശ്രമിച്ചു നിക്കോദിമോസ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ മുതിർന്ന ശേഷം അമ്മയുടെ ഉദരത്തിൽ നിന്ന് വീണ്ടും ജനിക്കുക എന്ന്? എന്നാൽ കർത്താവ് പറയുന്നത് ഉയരത്തിൽ നിന്നുള്ള ജനനത്തിൻ്റെ അനിവാര്യതയാണ്. അത് നന്നായി അറിഞ്ഞിട്ടും നിക്കോദിമോസ് ഒരല്പം വ്യത്യസ്തമായി പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക്
ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ സ്വയ നീതീകരണത്തിൽ നിലനിന്ന് നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നും നമ്മുടെ കാഴ്ചപ്പാടുകൾ ശരിയാണെന്നും എന്നുള്ള ആ ഒരു സ്വയനീതീകരണം നമ്മെ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റിക്കളയും. അതുകൊണ്ട് ദൈവാനുസൃതമായി, ദൈവഗീതാനുസൃതമായി, ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ട് ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ അത് ദൈവരാജ്യ അനുഭവമാണ്. ദൈവഭക്തി അല്ല ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനം. പിന്നെയോ ദൈവഹിതം നിറവേറ്റപ്പെടുക എന്നതാണ്. അങ്ങനെ ആ ദൈവരാജ്യ അനുഭവത്തിൽ വസിപ്പാൻ നമുക്ക് സാധിക്കണം. യോഹന്നാൻ സ്നാപകൻ പ്രസംഗം ആരംഭിക്കുമ്പോൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള അനുഭവം അത് ദൈവരാജ്യ അനുഭവമാണ്. അത് സ്വീകരിപ്പാൻ, ഉൾക്കൊള്ളുവാൻ ഒരു ശിശുവിനെ പോലെ മനസ്സ് പുതുക്കി മടങ്ങി വരാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിവസത്തിനായി സ്തോത്രം. ഒരാഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച കാണാൻ ഞങ്ങളെ അനുവദിച്ചല്ലോ. ഇന്ന് പ്രഭാതം മുതൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും അവിടുത്തെ കരുണയും കരുതലും ഉണ്ടായിരിക്കണമേ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.